കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവമാണ്. നമ്മെ നാമായി അറിയുന്ന, നമ്മുടെ നിലവുകളെ അറിയുന്ന, നമ്മുടെ ചിന്തകളെ അറിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഈ പകൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഉന്നതൻ ആയ ദൈവം, ഉയർന്നിരിക്കുന്ന ദൈവം, ശാശ്വതവാസിയായവൻ, പരിശുദ്ധനെന്ന നാമമുള്ളവൻ ഇന്ന് പകലിലും നമ്മുടെ മധ്യമുണ്ട്. അവിടുത്തെ കരം ഒരു കാലഘട്ടത്തിലും കുറയാത്തതാണ്, ചെവി മന്ദമാകാത്തതാണ്. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ഉറപ്പ് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവണം. അവിടുത്തെ കൃപയിൽ നമ്മളെ മറയ്ക്കുന്ന വലിയ ദയ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയും സർവവ്യാപിയും, എവിടെ നമ്മൾ ചെന്ന് പാർത്താലും അവിടെയും നടത്തുവാൻ കഴിവുള്ളവൻ, അവിടുത്തെ സാന്നിധ്യം വ്യക്തമായെന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കും. അവിടെ നമ്മുടെ വൈരികളെ വധിച്ചു കളയുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അവിടുന്ന് ഇടയാക്കുന്ന ദൈവമല്ല. ദൈവം പറയുന്നു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നു. പരാജയങ്ങൾ നേരിൽ കാണുന്ന ജനത്തോടാണ് ദൈവം പറഞ്ഞത്, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഞാൻ ആരാന്ന് നിങ്ങളും അറിയും, നിങ്ങളെ വേദനിപ്പിക്കുന്നവരും അറിയും എന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി വിളിച്ചു പറയുമ്പോൾ നമ്മുടെ മേൽ വെളിപ്പെടുന്ന ദൈവമഹത്വമോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിപ്പാൻ അവിടെ നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നു. വലിയ ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ഡോക്ടേഴ്സിന് ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്തത് ഒരു മഹാമാരി അവസാനിക്കുമ്പോൾ അടുത്ത വലിയ രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ എല്ലായിടത്തും പടർന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെയും കാണുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കഷ്ടവും മുറവിളിയും മരണവും ദുഃഖവുമില്ലാത്തൊരു നാട് എൻ്റെ കർത്താവ് ഒരുക്കിക്കൊണ്ട് ആ നാട്ടിലേക്ക്, ആ രാജ്യത്തിലേക്ക് അവിടെ നമ്മളെ ചേർക്കും എന്നൊരു പ്രതീക്ഷ നമ്മുടെ അകത്തുണ്ട്. തന്നെ താൻ ഒരുക്കി കാത്തിരിക്കുന്ന, ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ വിശുദ്ധിയോടെ ജീവിക്കുന്ന, വചനപ്രകാരം ജീവിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കാനാണ് എൻ്റെ കർത്താവ് വരുന്നത്. കൽവറിയുടെ കൊലക്കളത്തിൽ ജിഞ്ചായി തകർക്കപ്പെട്ട, നുറുക്കപ്പെട്ട, അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന, സകലവും നിവർത്തിയായെന്ന് പറഞ്ഞ് പ്രാണനെ വെടിഞ്ഞ, ലോകത്തിലെല്ലാ മതക്കോടതികളും മാറി മാറി വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യനുള്ള ഒരു കുറ്റവും കണ്ടെത്തുന്നില്ല. യാതൊരു കുറ്റവും കണ്ടെത്താത്ത എൻ്റെ യേശുവാണ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. ആ ശരീരമാണ് കീറി മുറിക്കപ്പെട്ടത്. അവിടുത്തെ മുഖമാണ് നിന്ദയ്ക്കും തുപ്പലിനും ഏൽപ്പിക്കപ്പെട്ടത്. ആ ശരീരമാണ് നിരത്തിലൂടെ വലിച്ചിഴക്കപ്പെട്ടത്. ആ ശരീരത്തിലേക്കാണ് റോമൻ പടയാളികൾ വലിയ ബൂട്ടുകൊണ്ട് ചവിട്ടി മുതുക് പൊളിക്കാനിടയായിത്തീർന്നത്. ആ തലയിലേക്കാണ് വലിയ മുള്ളുകൊണ്ടുള്ള കിരീടം അടിച്ചു കയറ്റിയത്. വേദന കൊണ്ട് പുളയുമ്പോഴും ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി യേശു കാൽവറിയിൽ തകർക്കപ്പെട്ടു. ഇന്ന് പകലും കർത്താവിനെ സ്നേഹിക്കുവാൻ, അവിടത്തേക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് തയ്യാറാകാം.
മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി എൻ്റെ യേശു പാപം കൂടാതെ പ്രത്യക്ഷനാവും. ആ വരവെങ്കിൽ നമ്മൾ ഉണ്ടാവണം. കൈവിടപ്പെട്ടു പോയാൽ പിന്നീടൊരു അവസരമില്ല. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സങ്കീർത്തനം 40-ന്റെ 4-ാമത്തെ വാക്യം: യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ചെവി ചായച്ചിറങ്ങി വരുന്ന ഒരു ദൈവം. നിലവിളി കേട്ട ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ഒരു ദൈവത്തെ ദാവീദ് അനുഭവിച്ചറിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞ അടുത്തറിഞ്ഞ ഒരു ദൈവം. മോശയോട് ദൈവം പറയും, ഞാൻ മോശയെ അടുത്തറിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ദാവീദ് എനിക്ക് ബോധിച്ച പുരുഷനെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായി കാണിക്കുന്നു. കാരണം നിലവിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നത് ദൈവം. ബലമില്ലാതെ ആവോളം കരയേണ്ടി വരുമ്പോൾ ബലപ്പെടുത്തി നിനക്ക് നഷ്ടപ്പെട്ടത് നീ പോയി തിരിച്ചു പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ തന്നെ അനോയിൻറ്റ് ചെയ്യുന്ന ദൈവശബ്ദം ഇന്ന് പകലിലും നമ്മുടെ മധ്യയെ വെളിപ്പെട്ട് വരട്ടെ. ഇനി ശ്രദ്ധിക്കോ. എന്നിട്ട് പറയുന്നു, നാശകരമായ കുഴിയിൽ താണു പോകുന്നത് പോലെ കുഴഞ്ഞ ചേച്ചിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ വീണ്ടും താണു പോകുന്നു. പക്ഷേ എന്നെ ഒരു കരം പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പൊക്കിയെടുക്കുന്ന തകർച്ചയിൽ നിന്നും ശൂന്യതയിൽ നിന്നും ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ബലമുള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചെടുക്കുന്ന സർവശക്തൻ്റെ ഒരു കരം എനിക്കറിയാം എന്ന് ദാവീദ് പറയുക. എന്നിട്ടാണ് പറയുന്നത്, എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരുന്നു, യഹോവയെ തൻ്റെ ആശ്രയമാക്കണം. പ്രിയ സഹോദരങ്ങളെ, ദാവീദിന് സൈന്യം ഉണ്ടായിരുന്നു, അധികാരങ്ങളുണ്ടായിരുന്നു, ശക്തരായ ആൾക്കാർ കൂടെ. പക്ഷെ അതിലൊന്നുമല്ല ദാവീദ് ആശ്രയം വെച്ചത്. യഹോവയെ ആശ്രയമാക്കിയ മനുഷ്യനാണ്. യഹോവയിൽ ട്രസ്റ്റ് ചെയ്ത ഒരു വ്യക്തിത്വമാണ്. ഏത് സമയത്തും മുട്ടുമടക്കി, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പിന്തുടരണമോ? ഞാൻ പോകണമോ? അങ്ങയുടെ വചനം എന്നോട് അറിയിക്കണമേ, അങ്ങയുടെ ആജ്ഞ എന്നെ കേൾപ്പിക്കണമേ എന്ന് മുട്ടുമടക്കുമ്പോഴൊക്കെ ദൈവം നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ കൊടുത്തു. നഷ്ടപ്പെട്ട സിംഹാസനം അലഞ്ഞു നടക്കേണ്ടി വന്ന ഒത്തിരി സമയങ്ങൾ കാടുകളിലും ഗുഹകളിലുമൊക്കെ താൻ അഭയം പ്രാപിച്ച ഫേസ് ടു ഫേസ് ശൗൽ തന്നെ കൊല്ലാൻ വന്നപ്പോഴും അതിനൊന്നും വിട്ടുകൊടുക്കാത്തതിൻ്റെ കാരണം യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ടല്ലേ ഇസ്രായേൽ സൈന്യം പിന്മാറിക്കൊണ്ടിരുന്നപ്പോഴും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗോലിയാത്തിൻ്റെ നേരെ ചെല്ലാൻ നീ നിന്ദിച്ചിട്ടുള്ള ഗോലിയാത്തിനെ പറയാം, യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു പൈതലാണ്, യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ആശ്രയം വെച്ചിരിക്കുന്നവരെ, യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും കേട്ടോ. യഹോവയിൽ ആശ്രയിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലാ സൈഡിലും ചുറ്റിക്കൊള്ളും. 4 സൈഡുകളിലും ദൈവത്തിൻ്റെ സംരക്ഷണം വെളിപ്പെടുക. ഇന്ന് പകൽ നമുക്ക് ആശ്രയിക്കാൻ ഒരിടമുണ്ട്. അത് ദൈവത്തിൻ്റെ സന്നിധി മാത്രമാണ്. ആശ്വസിപ്പിക്കാനും അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കാനും കഴിവുള്ളത് നമ്മുടെ ദൈവമാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. ഇന്നു പകലിലും ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കുന്ന, തകരാതെ നിൽക്കുന്ന, ശക്തിയോടെ നിൽക്കുന്ന സിയോൻ പർവ്വതത്തെ പോലെ ദൈവം തൻ്റെ ജനത്തെ നടത്താൻ ആഗ്രഹിക്കുന്നു. ആരും നിരാശപ്പെടരുത്. തളർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഇന്ന് പകലിലും യഹോവയിൽ ആശ്രയിക്കുന്നവൻ ശക്തിയോടെ നിൽക്കും. ദൈവം അവരെ ചുറ്റും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. ഇലവടാത്ത വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ, വരൾച്ചയുള്ള കാലം വരുമ്പോൾ ഭയപ്പെടാതെ നിൽക്കണമെങ്കിൽ യഹോവയിൽ ആശ്രയിക്കണം. മറ്റെങ്ങും ആശ്രയിക്കരുത്. മനുഷ്യനിൽ ആശ്രയിക്കരുത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത പ്രഭുക്കന്മാരിലും ആശ്രയിക്കരുത്. ഇന്ന് പകൽ യഹോവയിൽ ആശ്രയിക്കാൻ നമുക്കൊന്ന് തയ്യാറാകാം. അവിടുത്തെ പാദപീഠത്തിങ്കൽ നമുക്കൊന്ന് അടുത്തിയെല്ലാം. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ്. നമ്മുടെ ദൈവം ഉയർന്നിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവിടുത്തെ പ്രവർത്തികളെ തടയാൻ
ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, ഞങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, മെഡിസിനിലല്ല ആശ്രയിക്കേണ്ടത്, ഡോക്ടേഴ്സിലല്ല, സമ്പത്തിലല്ല ആശ്രയിക്കേണ്ടത്. ഇന്ന് പകൽ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, അന്ധകാര മണ്ഡലങ്ങളെ കാൽക്കീഴാക്കിയവൻ, എനിക്ക് കഴിയുമെന്ന് പറയുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, ഇന്ന് പകൽ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട് കേട്ടോ. ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്തടത്ത് ഇറങ്ങി വന്ന് വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ജനം ഈ പകൽ സ്വായത്തമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, അവൻ ഭാഗ്യവാനാണ്. അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവർത്തികൾ, നമുക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ വളരെയാണ്. ആർക്കു വേണ്ടിയാണെന്നറിയാമോ? യഹോവയിൽ ആശ്രയിക്കുന്നവരോട് ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ നോർമലല്ല, അത് വളരെയാണ്, അത്യത്ഭുതമാണ്. ഇന്ന് പകൽ അത് സംഭവിക്കാൻ പോകുക. നാളുകളായി അടഞ്ഞ ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തെ തുറക്കുകയാണ്. സൗഖ്യമില്ലാത്ത പിള്ളർ ഇന്ന് പകൽ നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത്, നിങ്ങളെ അലട്ടുന്ന ഭാഗത്ത് കരം വെക്കൂ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. തളർന്നുപോയ നിങ്ങളുടെ വിഷയത്തെ ദൈവം ശക്തീകരിക്കുകയാണ്. മൂവ് ചെയ്യാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന ചിലരോട് അവിടുത്തെ ആത്മാവ് പറയുന്നു, യഹോവയിൽ ആശ്രയിക്കാൻ തയ്യാറാകൂ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തിയോടെ നടത്താൻ പോകുകയാണ്. അന്ധകാര മണ്ഡലങ്ങൾ തകരാൻ പോകുകയാണ്. ദുഷ്ടൻ്റെ ആധിപത്യങ്ങൾ നശിക്കാൻ പോകുകയാണ്. യഹോവയുടെ ആലോചനയോ ശാശ്വതമായി ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, അവിടുത്തെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഇൻ ദ നെയിം ഓഫ് ജീസസ് അവിടുത്തെ ജനം കാണട്ടെ. അവർ ശക്തരാകട്ടെ. ആത്മാവിൽ ശക്തിയോടെ ബലത്തോടെ നിൽപ്പാൻ അവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ നൽകിയ വിടുതലുകൾക്കായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം, സമാധാനത്തിനായി സ്തോത്രം, ദൈവപ്രവർത്തിക്കായി സ്തോത്രം. നസ്രനായ യേശുവിൻ്റെ നാമം ചൊല്ലി അവിടുത്തെ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വം ജനത്തിൻ്റെ മേൽ ഇറങ്ങട്ടെ. ധൈര്യമില്ലാത്തവർ ധൈര്യം പ്രാപിക്കട്ടെ. ഉൾക്കരുത്തില്ലാത്തവർ ശക്തി പ്രാപിക്കട്ടെ. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ, ചില മതിൽ ചാടിക്കടക്കാൻ, ആത്മാവിൽ ശക്തരാകാൻ, പ്രാർത്ഥനയിൽ സ്ട്രോങ് ആകാൻ അവിടുത്തെ ജനത്തെ ഇടയാക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, യഹോവയിൽ ആശ്രയിക്കൂ. ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടൂ. ദൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവിടുത്തെ കരം ചലിപ്പിക്കും. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിജുമാർ.